വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴാണ് എന്നെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ എന്താണോ എന്നുള്ളതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ് എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറഞ്ഞത്. ഭയങ്കര വിഷമായി എനിക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അപ്പോൾ പൂജ വന്ന് പറഞ്ഞു, എല്ലാവരും വന്ന് പറഞ്ഞു, അഭി പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ നിൽക്കാറില്ല. പക്ഷെ അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഞാനവിടെ ഋഷിയോടെ സംസാരിച്ചിട്ടുള്ളൂ അതുവരെ. പിന്നെ റോക്കി ഉണ്ടായിരുന്നു. അപ്പോൾ റോക്കി അന്ന് അർജുൻ ഞങ്ങളുടെ ടീമിലായിരുന്നു. അല്ലാതെ ഞാൻ വേറെ ആരുടെ സംസാരിച്ചിട്ടില്ല. എല്ലായിടത്തും ഞാൻ ഹായ് ബൈ ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളെ പറ്റി പറഞ്ഞ് അടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇല്ല എൻ്റെ പേരിൽ. ഈ പറയുന്ന പോലെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരടിയെങ്കിലും ഉണ്ടാവണ്ടേ. അതിനൊരു സാധനം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ ഋഷിയോട് പറഞ്ഞു, എടാ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വേറെ രീതിയിൽ പോയിരിക്കണം, എനിക്കിനി നിൽക്കേണ്ട ഇവിടെ. അന്ന് മുതലാണ് ഞാൻ പറയാൻ തുടങ്ങിയത് എനിക്ക് പോകണമെന്ന്. ബിക്കോസ് ഇപ്പം ഞാനായാലും ആദ്യം വന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാൻ അൻസിബേനെ പറ്റൂല എന്നുള്ള ഇതിൽ പറഞ്ഞു. കാരണം ആ ഒരു ഇപ്പം ഞാൻ കയറുന്ന 28th ഡേ എന്തുവാണ്. അപ്പം ആ ഒരു സമയം വരെ അല്ലെങ്കിൽ ഞാൻ കയറുന്ന വരെയുള്ള ഒരു മൂഡ് എന്ന് പറയുമ്പോൾ കട്ടിൽ റാണി എന്നുള്ളൊരു പേരും കാര്യങ്ങളും ഇല്ലേ, പുറത്തുനിന്നൊക്കെ കണ്ടില്ലേ? ഓക്കെ. അപ്പൊ കട്ടിൽ റാണി എന്നുള്ള പേര് വരുന്നു. കൂടുതലും ബെഡിലാണ് സമയം ചെലവഴിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന പേര് വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ അൻസിബേനെ പോർട്രേ ചെയ്യപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തോന്നിയോ? അല്ലെങ്കിൽ അതിൽ വിഷമം തോന്നിയോ? ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനകത്തുനിന്ന് ഇനി എനിക്ക് പോകണം. കാരണം വേറെ രീതിയിലേക്ക് ഇത് പോകും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഒന്നാമതേ ഞാൻ അങ്ങനെ ഫാൻസ് ഒന്നുള്ള ഒരു സ്റ്റാർ ഒന്നും അല്ല. അല്ലെങ്കിൽ ഞാൻ സ്വയം ഒരു സ്റ്റാറായിട്ട് പോലും കണക്കാക്കുന്നില്ല. ഞാൻ ചെയ്ത സിനിമ വലിയ സിനിമയാണ്. അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നവരും അല്ലെങ്കിൽ എൻ്റെ കൂടെ അഭിനയിച്ചവരും ഏറ്റവും സുപ്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സും ഡയറക്ടറും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടുള്ളൊരു ഇതാണ്. അല്ലാതെ അൻസിബ ദൃശ്യമല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എത്രയോ പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ പേര് എന്നെ അറിയാവുന്നവരടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്നൊരു കാര്യമാണത്. അത് അവർ ചോദിച്ചില്ലെങ്കിൽ എനിക്കറിയാമത്. അപ്പോൾ അതെന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇല്ലാത്ത ഒരു ചീത്തപ്പേര് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റുള്ളൂ. അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയത് പോണം എന്നുള്ളത്. കാരണം എനിക്ക് അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ ഓൾറെഡി ഞാൻ പ്രഷറിലാണ് നിൽക്കണം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ കേട്ടപ്പോൾ വേണ്ട ഇനി പോകണമെന്നായി. പിന്നെ പക്ഷേ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വൈൽഡ് കാർഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു അൻസിബ വൈൽഡ് കാർഡ് വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചോദിച്ച അൻസിബയുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ വന്നപ്പോൾ അൻസിബ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ചെണ്ടേ 6 വട്ടം പാട്ട് കേൾക്കാല്ലോ. സത്യം. ഞാൻ എന്നിട്ട് ഋഷിയോട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എടാ വൈൽഡ് കാർഡ് വരട്ടെ. അപ്പൊ ബാക്കി എല്ലാവരും വൈൽഡ് കാർഡ് വരുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എനിക്കാണെങ്കിൽ വരണം എന്നായിരുന്നു. കാരണം എനിക്ക് അവിടെ സംസാരിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് എന്നെ പറ്റാത്തതുകൊണ്ടാണോ എനിക്ക് അത് അതിനകത്ത് നിന്നുള്ള കാര്യട്ടെ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ, ചിലരെ നമുക്ക് സംസാരിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് വേറെ ആരും ഇല്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ചുപേരെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ.